നമസ്കാരം. കണ്ടോ കേട്ടോ കാര്യങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മളുടെ ചാനലിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്കും കമൻറ്റ് വളരെ പ്രിയപ്പെട്ടതാണ് എനിക്ക്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തപസ്സിനെ കുറിച്ചിട്ടല്ലേ, 3 തരം തപസ് ഉണ്ടെന്ന് പറഞ്ഞു. കായിക തപസ്, വാഗ്മയ തപസ്, മനോമയ തപസ്. അതിൽ തന്നെ 3 വിധത്തിൽ എന്തൊക്കെയായിരുന്നു? താമസികം, രാജസികം, സാത്വികം. ഇങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് നിർത്തിയത് അല്ലേ. നമ്മൾ പലപ്പോഴും വെല്ലുവിളികളെയൊക്കെ നമ്മൾ സ്വീകരിക്കാറുണ്ടല്ലോ അല്ലേ, ഉണ്ട്. അപ്പോൾ നമുക്ക് ബോറടിക്കാറില്ലേ? ബോറടിക്കാറുണ്ടാവാം. ആ ബോറടിയെ നമ്മളൊരു വെല്ലുവിളിയായിട്ട് അങ്ങോട്ട് സ്വീകരിക്കുക. അതും ഒരു ടെക്നിക്കാണ്. ബോറടീനെ എങ്ങനെയാണ് നമ്മൾ വെല്ലുവിളിയായിട്ട് സ്വീകരിക്കുന്നത്? നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒരു കാര്യത്തിനെ നമുക്ക് വേറെ മുൻവിധികളൊന്നും ഇല്ലാണ്ട് നമ്മൾ സ്വീകരിക്കാനുള്ള തയ്യാറാവൽ മനസ്സിൻ്റെ തലത്തുനിന്ന് നമ്മൾ തയ്യാറാവുന്നുണ്ട്. അതിലിത് കുറച്ചും കൂടെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്. ഈ താമസികം എന്ന് പറയുന്ന തപസ് ഏത് തരത്തിലാണ് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹമൊന്നും ചെയ്യാണ്ടിരിക്കുക. ദ്രോഹം ചെയ്യാണ്ടിരിക്കുക മാത്രമല്ല, ചിന്തിക്കാണ്ടിരിക്കുക, പറയാണ്ടിരിക്കുക. ഇതൊക്കെയാണ് നമ്മൾ താമസികത്തിൽ വരുന്നത്. രാജസികം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ലാഭം ഉദ്ദേശിച്ച് ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ പറയുന്നതാണ്. നമ്മൾ പറയില്ലേ, ഒരു ഭാവത്തിൽ, ഞാൻ എന്ന ഭാവത്തോട് കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പക്ഷെ ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കാട്ടിക്കൂട്ടലുകളെ ഉണ്ടാവുള്ളൂ. പിന്നെ സാത്വികം എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമായിട്ട് ഉള്ളതിനെയാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അനുഷ്ഠിക്കുന്ന ആൾ അത് ചെയ്യുന്നു എന്നൊരു തോന്നൽ പോലും ഇല്ലാതിരിക്കും. തികച്ചും സാധാരണയായി സ്വാഭാവികമായിട്ട് ഇരിക്കാൻ പറ്റുക. നോക്കൂ, ഈ ലോകം തന്നെ ഒരു പ്രതിഭാസമാണ്. അതിലെ തന്നെ ഒരു പ്രതിഭാസമാണ് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ഓരോരുത്തരും. കടലിലെ തിരമാലകളെപ്പോലെ ഓരോ തിരമാലയ്ക്കും ഞാൻ വേറെയാണ് എന്നൊരു തോന്നലുണ്ടായാൽ എങ്ങനെയുണ്ടാവുക? എങ്ങനെയായിരിക്കും അത്? അതുപോലെ ലോകം കടലിൽ ഈ നിമിഷം ഉയർന്നു വരുന്ന ഒരു തിരമാല മാത്രമാണ് നിങ്ങൾ. അതിന് പേരുകൾ പലതും ഉണ്ടായിട്ടുണ്ട്. ആ പേരുകളാണ് ഇപ്പം ഞാനും നിങ്ങളിൽ ഓരോരുത്തരും അല്ലേ. ഓരോരുത്തരെക്കുറിച്ചും കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ച് സമുദ്രത്തിൽ തന്നെ ഒടുങ്ങും. പുതിയ തിരമാലകൾ ഉണ്ടാകും. ഈ ഭാവനയോടുകൂടി ജീവിക്കുക, അത് സാത്വികമായിട്ടുള്ള തപസ്സാണ്. നമ്മുടെ പ്രിയപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടി മനസ്സിനെ മറ്റു വിഷയങ്ങളിൽ നിന്ന് നിവർത്തിപ്പിക്കുന്ന പല പല പേരുകളിൽ നമ്മൾ ഈ പ്രയോഗത്തെ കൊണ്ടു നടക്കുന്നുണ്ട്. ഉപവാസമായിട്ടും ധ്യാനം, പ്രാർത്ഥന, ജപം, മനനം, ഇങ്ങനെ പല പല പേരുകളിലായിട്ട് നമ്മൾ തപസ്സിനെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലും പല പ്രതിസന്ധികളിൽ നിന്നും തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുറുകെ പിടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ശാരീരികമായിട്ടുള്ള തപസ്സെന്ന് പറയുമ്പം ശരീരശുദ്ധി, അലസതയില്ലായ്മ, ഇത് രണ്ടുമാണ് പ്രധാനം. ഇന്ദ്രിയങ്ങളുടെ മേൽ ഒരല്പം നിയന്ത്രണം ഉണ്ടാക്കിയെടുക്കുക, ഇതാണ് ശാരീരിക തപസ്. അപ്പോൾ വാഗ്മയ തപസ് എന്തായിരിക്കും? വാക്കുകളുടെ ശുദ്ധി, വാക്മയം, അല്ലേ, വാക്കുകളുടെ ശുദ്ധി എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവണ കാര്യമാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കണ വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. അത്രയേ ഉള്ളൂ. അത് വളരെ എളുപ്പമാണ്. നിങ്ങളുമായി ഒരാൾ സംസാരിച്ച് പിരിയുമ്പോൾ അയാൾ ശാന്തനായിട്ടാണോ പോകുന്നത്, അതോ അസൂയയും വെറുപ്പും ദേഷ്യവും സങ്കടവും ഒക്കെ അനുഭവിച്ചിട്ടാണോ എന്നൊന്ന് നോക്കിയാൽ മതി. പലപ്പോഴും വായടച്ചു വെച്ചാൽ തന്നെ
നിങ്ങൾ ഒരു നല്ല മനുഷ്യനാകും. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. നിങ്ങളെ തേടി ആൾക്കാർ വരും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഉണ്ട്. എന്ന് കരുതിയിട്ട് ഞാനെൻ്റെ വായടച്ച് വയ്ക്കണില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ മിണ്ടണ്ടേ, മിണ്ടി പറയണ്ടേ ഈ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ മറ്റുള്ളവരുടെ മനസ്സിനെ ശാന്തമാക്കുക. അങ്ങനത്തെ വാക്കുകൾ മാത്രം പറയുക. കാതുകളെ കുത്തിമുറിക്കുന്ന വിധത്തിൽ സംസാരിക്കാതിരിക്കുക. ഉണ്ടോ? കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആശ്വാസ തലത്തിലേക്ക് കടന്നു പോകണം അല്ലേ? ഒരാളുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോവില്ലേ? വീണ്ടും കേൾക്കാൻ തോന്നും നമുക്ക്. അതുകൊണ്ട് നമ്മൾ അവരെ വീണ്ടും വിളിക്കും. അവരുടെ വാക്കുകൾ നമ്മളെ ഒരു ആശ്വാസ തലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണത്. നിങ്ങൾ മനഃപൂർവ്വം എന്തെങ്കിലും ആവശ്യത്തിനായി ബോധപൂർവം ചിലപ്പോൾ സംസാരിക്കുന്നതോ പറയുന്നതോ ആയിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ. അതല്ലാതെ മറ്റുള്ളവരെ അസ്വസ്ഥരാക്കുന്ന അല്ലെങ്കിൽ അസ്വസ്ഥരാക്കുക എന്നൊരു ഉദ്ദേശത്തോടെ പെരുമാറുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പറയണത്. സത്യമായിരിക്കണം, പറയുന്നത് സത്യമായിരിക്കണം. സത്യം പറയുന്നതിനും ഒരു രീതിയുണ്ട്. പരുഷമായിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നവർ സാധാരണയായിട്ട് പറയുന്നത് കേൾക്കാം അല്ലേ? ഞാൻ സത്യമല്ലേ പറഞ്ഞത്, ഉള്ള കാര്യം വെറുതെ വളച്ചു കെട്ടി പറയാനൊന്നും എനിക്കറിയില്ല, സുഖിപ്പിച്ച് സംസാരിക്കാനും എനിക്കറിയില്ല, എൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല എന്നൊക്കെ പറയണത് കേട്ടിട്ടില്ലേ ചില ആൾക്കാർ? സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, കണ്ണില്ലാത്ത ഒരാളെ നോക്കി നിങ്ങൾക്ക് കുരുട എന്ന് വിളിക്കാം. കാര്യം സത്യം തന്നെയാണ് അല്ലേ? പക്ഷേ മറ്റൊരു രീതിയുണ്ട് അതിന്. അല്ലയോ ഉൾക്കണ്ണുള്ളവനെ എന്നും വിളിക്കാം, അല്ലെങ്കിൽ അങ്ങനെയും പറയാം, അങ്ങനെ പറയണം. കാരണം അയാൾ തൻ്റെ മനസ്സുകൊണ്ട് അയാൾ കാണുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ വാക്കുകൾ അതീവ ശക്തിയുണ്ട്. വാക്കുകൾക്ക് ശപിക്കാനും അനുഗ്രഹിക്കാനുള്ള ശക്തി. എന്ന് കരുതി നിങ്ങൾ പുറമേക്ക് എല്ലാവരോടും എപ്പോഴും നല്ല വാക്കുകൾ മാത്രം പറയണമെന്നല്ല പറയുന്നത്. ഉള്ളിൽ അതുണ്ടായാൽ മതി, പിന്നെ ഒന്നും സാരമില്ല. അടുത്തത് മനോമയ തപസ്. പ്രസന്നമായ സൗമ്യമായ മനസ്സ്, ശാന്ത സൗമ്യമായിട്ടുള്ള ഭാവം, ഇത്രയേ ഉള്ളൂ. സ്വസ്ഥമായ അവസ്ഥയിൽ ഇരിക്കുക, സ്വാഭാവികമായിട്ടിരിക്കുക. ഇതൊക്കെയാണ് മനോമയ തപസ്. ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ. ഇത്രയും നേരം എന്നെ കണ്ടും കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവും സന്തോഷമൊക്കെ അറിയിക്കുകയാണ്. താങ്ക് യു. വീണ്ടും കാണാം.